എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കുട്ടികളെല്ലാം കൂടെ കൂട്ടമായിട്ട് ഇരുന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ അതിൽ കാര്യമായിട്ട് പറയുന്നത് കേൾക്കാറുണ്ട്, പഠിച്ചു പോയത് അത്രയൊന്നും ഓർമ്മയിൽ വന്നില്ല, പല പോയിന്റും മറന്നുപോയി എന്നൊക്കെ. സോ അത് നിങ്ങളുടെ മെമ്മറിയുടെ മാത്രം പ്രശ്നമല്ല, നിങ്ങളുടെ നോട്ട് ടേക്കിങ്ങിൽ വരുന്ന ചെറിയ അപാകതകൾ കൊണ്ടാണ് ഇത്തരം മെമ്മറി അതല്ലെങ്കിൽ നമുക്ക് പോയിന്റ്സ് ഓർമ്മ വരാതിരിക്കാൻ കാരണം. സോ ഐ ആം തസ്ലീന. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു നല്ല നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ എക്സാമിനേഷൻ കാലമായി തുടങ്ങി, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നല്ലൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എങ്ങനെ വിജയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ 10th +2 അല്ലെങ്കിൽ കോളേജ് ഗോയിങ് സ്റ്റുഡന്റോ ആയിക്കൊള്ളട്ടെ, ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. നോട്ട് ടേക്കിങ്ങിന്റെ ഫസ്റ്റ് മെത്തേഡാണ് കേണൽ മെത്തേഡ്. കേണൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു എസ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എസ് നന്നായിട്ട് നിങ്ങൾ എക്സാമിന്റെ കുറെ ദിവസം മുന്നേ പഠിച്ച് അല്ലെങ്കിൽ വായിച്ചു വെച്ചിട്ടുണ്ടാവും. ആ വായിക്കുന്ന സമയത്ത് ആ എസ് എയിലുള്ള മേജർ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ 1 2 3 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. സോ ആ പോയിന്റ്സിന് നേരെ ചെറുതായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഹിൻസ് മാത്രമായിട്ട് എഴുതി വെക്കുക. അതേപോലെ തന്നെ ലാസ്റ്റ് അതിനൊരു സമ്മറി ഒരു 3 4 വരിയിൽ എഴുതി വെക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾക്ക് എല്ലാം കൂടെ വായിച്ചിട്ട് പോകാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പേജ് കണ്ടാൽ തന്നെ ആ ഒരു എസ്സേ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഓർമ്മ വരും. അതേപോലെ തന്നെ ഈ പോയിന്റ്സ് എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് മെത്തേഡാണ് മൈൻഡ് മാപ്പിംഗ് മെത്തേഡ്. നിങ്ങൾ വിഷ്വൽ ലേണർ ആണെങ്കിൽ ഇത് വല്ലാതെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് തരുന്ന ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക് ആണെങ്കിലും അതിന്റെ പോയിന്റ്സിനെയും സബ് പോയിന്റ്സിനെയും നിങ്ങൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽ എന്നുള്ളതിന് നമുക്ക് ഈ 4 മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഈ ഒരു പിക്ചറിൽ കാണിച്ച പോലെ ജസ്റ്റ് വരയ്ക്കുക. കളർഫുൾ ആക്കണമെങ്കിൽ ആക്കാം, ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒരു പെൻസിലോ പേനയോ വെച്ച് വരച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വരും. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയും. പക്ഷേ ഈ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ആ പോയിന്റ്സിന്റെ അകത്ത് എന്ത് എഴുതണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇതും എക്സാമിന്റെ തലേ ദിവസം നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമുക്കൊരു വലിയ ഷെഡ്യൂൾ അല്ലെങ്കിൽ വലിയൊരു സിലബസ് തന്നെയുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ തലേ ദിവസം പഠിക്കുന്നതിന് പകരമായിട്ട് ഇത്തരം നോട്ട്സ് ടേക്കിംഗ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് മെത്തേഡാണ് ഔട്ട്ലൈൻ മെത്തേഡ്. ഔട്ട്ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, മേജർ പോയിന്റ് മേലെ എഴുതുക, അതിന്റെ സബ് പോയിന്റ് ബുള്ളറ്റ് പോയിന്റ്സിൽ താഴെ എഴുതുക, ദെൻ നെക്സ്റ്റ് വീണ്ടും മേജർ പോയിന്റ് എഴുതുക. ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് പോലെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ മേജർ പോയിന്റ്സും സബ് പോയിന്റ്സും മാത്രമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. തലേ ദിവസം ഇത് മാത്രം പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ നമുക്ക് ഇതേ സംഭവം പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ കഴിയും. അതായത് ഒരു എസ്സേ മുഴുവൻ വായിച്ചിട്ട് നമ്മൾ ആകെ കൂടെ കൺഫ്യൂഷൻ ആവുന്നതിനേക്കാൾ നല്ലത് ഈ പോയിന്റ്സ് പഠിച്ച് അതിന് ഒരു സെൽഫ് എക്സ്പ്ലനേഷൻ കൊടുത്താലും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നോഷന്, വൺ നോട്ട് പോലെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോട്ട് ടേക്കിംഗ് ഈസി ആക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോട്ട് എടുക്കുന്ന സമയത്ത് കളർഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുക. അതായത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പോയിന്റ്സും സബ് പോയിന്റ്സ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ഓഫ് സ്കെച്ചസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ നമ്മൾ നോട്ട് എഴുതി വെക്കുക. അപ്പോൾ ഈ പറഞ്ഞ കളേഴ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മനസ്സിൽ വരും. സാധാരണഗതിയിൽ പല കുട്ടികളും എസ്സേ ഒക്കെ ഇങ്ങനെ ഒരു കടല് പോലെ ഒരു പോയിന്റ്സോ പാരഗ്രാഫോ ഒന്നും എഴുതാത്ത രീതിയിൽ അങ്ങനെ എഴുതാറുണ്ട്. അത് തീർത്തും നമുക്ക് അതിന്റെ ഇടയിൽ പോയിന്റ്സ് ഇല്ലാതാവുമ്പോഴാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ നിങ്ങൾ പോയിന്റ്സ് നന്നായിട്ട് എഴുതുക. ആ പോയിന്റ്സിന്റെ തടിയിൽ ഒരു അണ്ടർലൈൻ ഒക്കെ വരച്ചുകൊണ്ട് നിങ്ങൾ എക്സാമിന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ പോയിന്റ്സും അവിടെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ എക്സാമിനേഷന് പോകുമ്പോഴും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സ് മറക്കാതിരിക്കാനുള്ള ടെക്നിക്സ് ആണ് ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത്. ദിസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. സോ ഉപകാരപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.